സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് മഴ വീണ്ടും ശക്തമാകുന്നത്. അടുത്ത ഒരാഴ്ച മഴ തുടരാനാണ് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, എന്തായാലും രാവിലെ കൊച്ചിയിൽ നല്ല മഴയായിരുന്നു. പൊതുവെ എങ്ങനെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് എങ്ങനെയുണ്ട്? മഴയില്ല എന്ന് മനസ്സിലായി. 7 ജില്ലകൾ ഏതൊക്കെയാണ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ശ്രുതി, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഈ പറഞ്ഞതുപോലെ എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യെല്ലോ അലേർട്ടാണ് ഈ ജില്ലകളിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും അടുത്ത 7 ദിവസം കൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ രാവിലെ തിരുവനന്തപുരത്ത് മഴ കുറവാണ് എങ്കിൽ പോലും അടുത്ത 3 മണിക്കൂറിനുള്ളിൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞതുപോലെ പ്രധാനമായും മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. മ്യാൻമറിന് മുകളിലും ചക്രവാത ചുഴിയുണ്ട്. ഈ ഇരട്ട ചക്രവാത ചുഴി അത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ന്യൂനമർദ്ദമായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ, ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത്. നാളെ വയനാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ 55 കിലോമീറ്റർ അധികം വേഗതയിൽ വീശടിച്ചേക്കാവുന്ന കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം, തീരദേശത്തടക്കം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് ഇന്നും നാളെയും കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും തുടരുകയാണ്. ഏതായാലും മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മലയോര മേഖലയിലും ഒപ്പം തീരദേശത്തുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ശ്രുതി തുളസി ഇപ്പോൾ നൽകിയിരിക്കുന്നത്.